ാണ് പുതിയ ആരാണ് പുതിയത് ഈ അടുത്ത് മോളെ ചിരിപ്പിച്ച ഏറ്റവും വലിയൊരു കോമഡി എന്തായിരിക്കും ഈ അടുത്ത കാലത്ത് മോളെ അത് അത് മോളടുത്തുണ്ടെങ്കിലല്ലേ മോളെ ചിരിപ്പിച്ച കാര്യം അറിയാൻ പറ്റും. മോളെയൊക്കെ ദുബായി കൊണ്ടിട്ട് ഫുൾ ടൈം ഇവിടെ അല്ലേ? ഇവിടെ തന്നെയാണ്. അതെ 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 അതെ. ആ എന്റെ അടുത്താ ചോദിച്ചേ ഇതിനെയാണ് മോളെ എന്ന് വിളിച്ചത്. സുജാതേട്ടാ ചുമ്മാ ഇരി. അമ്മച്ചി ചേട്ടാ, എന്റെ ദൈവമേ. മനസ്സിലായിട്ടാ? ഈ അടുത്ത കാലത്ത് ചിരിപ്പിച്ചത് വാട്സാപ്പിലെല്ലാം ഈയിടെ ഷെയർ ചെയ്ത് വന്നൊരു സംഭവം ഉണ്ടായിരുന്നു. കുറച്ച് നമ്മുടെ ട്രെൻഡ് ആയിരുന്നു. മോദിജി വന്നപ്പോ ട്രാൻസ്ലേഷൻ ഹിന്ദി പറഞ്ഞു മലയാളം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു. അതെ, തൃശൂർ തേക്കങ്കാട് മൈതാനിയിൽ അദ്ദേഹം വന്ന് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം അത് വാട്സാപ്പിലൂടെയൊക്കെ നമ്മൾ കേട്ട് ചിരിച്ചാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുമല്ലോ. ശബ്ദം അനുകരിക്കാൻ എനിക്ക് തോന്നുന്നു മലയാളം മിമിക്രി വേദിയിൽ ഇല്ലെങ്കിൽ മിമിക്രി ആർട്ടിസ്റ്റുകൾ ആദ്യമായിട്ട് മോദി സാറിന്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുന്നത് ടിനി ടോം ആയിരിക്കും. അത് അദ്ദേഹത്തിന്റെ വോയിസ് ഞാൻ കേട്ടതാണ് ഒരു ഷോയ്ക്ക്. അതെ, നമ്മൾ ഒരുമിച്ചാണ്. അതെ. അപ്പൊ പക്ഷെ ഒരു കാര്യമുണ്ട്, അന്ന് ഞാൻ ഒറ്റക്ക പ്രസംഗിച്ചത്. പക്ഷെ ഇനി മുതൽ മോദിജി സംസാരിക്കുമ്പോ അത് ട്രാൻസ്ലേറ്റർ വേണം. അതെ, പരിഭാഷയ്ക്ക് ഞാൻ വരാം. ഭാരത് കെ 125 കരോർ മേരെ പ്യാരെ ദേശവാസിയോ, ഭാരതത്തിലെ എല്ലാ ദരിദ്രവാസികൾക്കും ഹിന്ദി ജാനത്താ ഹൈ? പിന്നെ PhD ഹിന്ദി PhD. തുമാരാ നാം ക്യാ ഹൈ? കുമാരനാണ് പാർട്ടി സെക്രട്ടറി. അതുപോലും അറിയില്ല. എന്താ മോദി ഇത്? ചിത്ര ജാനത്തെ 2016 നയേ സാൽ ആനെ വാലാ ഹൈ. തേക്കങ്കാട് മൈതാനം ഇതിനു മുമ്പ് വന്നപ്പോ എനിക്ക് നൈസായിട്ടൊരു ആനവാള് കിട്ടിയെന്നാണ് അദ്ദേഹം പറയുന്നത്. തേക്കങ്കാട് മൈതാനില്ല, അപ്പൊ എന്തായാലും ആനവാള് കിട്ടും. ഏ സവേരാ മാമൂലി സവേറ നഹീ. ഏതോ ഒരു സബീറയുടെ മാമൂലിസ മുക്കിനാണ് ഈ ഇതുമായിട്ട് അദ്ദേഹം ഇവിടെ ആദ്യമായിട്ട് വന്നത് അല്ലേ? ഏ സവേരാ 125 കരോർ ദേശവാസിയോ കാ സപ്നോ കാ സവേരാ ഹൈ. കേട്ടില്ല, ഒന്നുകൂടെ പറയൂ. ये सवेरा 125 करोड़ देशवासियों का सपनों का सवारे है. കേൾക്കാൻ പറ്റണില്ല. എനിക്ക് അടുത്ത് നിന്നുകൊണ്ടായിരിക്കും കേൾക്കാൻ പറ്റണില്ല. മനസ്സിലായോ സുരാജേട്ടാ? പെട്ടെന്ന് പോയിട്ടേ ഒന്ന് ചെവി സർവീസ് ചെയ്യിപ്പിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് സാറ് കാണാതിരുന്ന കൊള്ളാം കേട്ടാ. ഭാരത് മാതാ കി ജയ്. ജയ് ഹിന്ദ്. അടിപൊളിയായിരുന്നു. അപ്പോ